ഉത്തർപ്രദേശിലെ സംഫലിലേക്കുള്ള യാത്രയ്ക്കിടെ ഗാസിപൂർ അതിർത്തിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും സംഘത്തെയും പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ പല സ്ഥലത്തും ഉയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനും പ്രവർത്തകർ ശ്രമിച്ചു. ചെറിയൊരു സംഘർഷം നിലനിൽക്കുന്നുവെങ്കിലും ഒരു കാരണവശാലും ഗാസിപൂർ അതിർത്തി കടത്താൻ അനുവദിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിയെ പോലീസ് അറിയിച്ചു കഴിഞ്ഞു. അതിവിപുലമായ പോലീസ് സന്നാഹമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധി വിനീത വിജിയുണ്ട്. വിനീത, ഏറ്റവും ലേറ്റസ്റ്റായ വിവരങ്ങൾ എന്താണ്? രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാണോ? വിനീതയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, UP-യിലെ PCC അധ്യക്ഷൻ തുടങ്ങിയ വലിയ സംഘം സംഫലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവരെയാണ് ഗാസിപൂർ അതിർത്തിയിൽ തന്നെ പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് നീങ്ങാൻ ഇവരെ അനുവദിക്കില്ല എന്ന് പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. UP ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 10 മണി കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഡൽഹിയിൽ നിന്നും UP സംഫലിലേക്ക് തിരിച്ചത്. വലിയ സംഘർഷത്തിലേക്ക് അടക്കം തന്നെയാണ് ഇവിടെ നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം സന്ദർശനത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടെ വലിയ പ്രതിഷേധത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ബാരിക്കേഡിലേക്ക് മുകളിലേക്കൊക്കെ അവർ കയറി നിൽക്കുന്നുണ്ട്. പിന്നാലെ കാണുന്ന ഈ വാഹനങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും വാഹനത്തിൽ തന്നെയാണുള്ളത്. ഒപ്പം പ്രവർത്തകരുമായി അവർ കാണുന്നുണ്ട്. പ്രവർത്തകർ അവരെ കാണുന്നതിന് മറ്റുമായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി പോലീസ് ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഈ സംഭൽ സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് പോലീസും ഉള്ളത്. പക്ഷേ അതേസമയം സംഭൽ സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന കോൺഗ്രസും പ്രവർത്തകരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. മടങ്ങിപ്പോകണമെന്നൊക്കെ പോലീസ് വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പോകാൻ തയ്യാറല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും വാഹനത്തിൽ തന്നെയാണുള്ളത്. അവർ പ്രവർത്തകരുമൊക്കെയായി സംസാരിക്കുന്നുണ്ട്. നേരത്തെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സന്ദർശനത്തിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്നവർ മടങ്ങിപ്പോകേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വലിയ പ്രതിഷേധത്തിലാണ് പ്രവർത്തകരൊക്കെ ഉള്ളത്. എന്താണെങ്കിലും മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് വരിക എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. എത്തുകയാണ്. അവരെ മടങ്ങിപ്പോകണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രവർത്തകരുമൊക്കെയായി സംസാരിക്കുകയാണ്. സന്ദർശനവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെയും സംഭലിലേക്ക് ഉള്ള യാത്ര, കോൺഗ്രസ് സംഘത്തിന്റെ യാത്ര പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാസിപൂർ അതിർത്തിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഭലിലേക്കുള്ള യാത്ര ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഗാസിപൂർ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഈ സംഘത്തെ അയക്കാൻ കഴിയില്ല എന്ന് പോലീസ് നിസ്സഹായത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിവിപുലമായ രക്ഷാ സന്നാഹമാണ് ഈ ഗാസിപൂർ അതിർത്തിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല ജില്ലകളുടെ പല ഭാഗങ്ങളിലും ബാരിക്കേഡുകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾ തകർത്തെറിയാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കത്തെഴുതിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. സംഫൽ ജില്ലാ മജിസ്ട്രേറ്റാണ് ഇത്തരമൊരു കത്തെഴുതിയിരിക്കുന്നത്. ബുലന്ദ് ഷഹർ, അമ്രോറ, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ നഗർ എന്നിവിടങ്ങളിലെ പോലീസ് മേധാവികൾക്ക് ഇരുവരെയും അതിർത്തിയിൽ തടയണമെന്നാവശ്യപ്പെട്ട് സംഫലിലെ ജില്ലാ മജിസ്ട്രേറ്റ് കത്തെഴുതിയെന്നും വിവരങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം സംഭലിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. എന്നാൽ ഇവരെ ബാരിക്കേഡ് ഉയർത്തി തടയാൻ തീരുമാനിച്ചിരുന്നു. मेरे हाथ में कैमरा भी है, आप तो देख के निकल जाओगे सॉरी बोल के।
അവിടെ ചെറിയ പ്രശ്നമുണ്ട്. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കെ സി വേണുഗോപാൽ പോലീസുകാരോടും ആളുകളോടും സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇപ്പോൾ ദൃശ്യത്തിലുള്ളത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ, PCC UP ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷൻ എന്നിവരാണ് ഈ സംഘത്തിൽ പ്രധാനമായും ഉള്ളത്. കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചിട്ടുണ്ട് കാസിപൂരിൽ. ഇവിടെ നിന്ന് പോകാതെ ഞങ്ങൾ പിന്തിരിയില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. രാഹുൽ ഗാന്ധിയും അതേ നിലപാടെടുത്തിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കാസിപൂരിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയും സംഘത്തെയും അയക്കില്ല എന്ന് തീരുമാനിച്ച പോലീസ് അതിവിപുലമായ രക്ഷാസന്നാഹമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നേതാക്കൾ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഒരു കാരണവശാലും സംഘർഷ ഭൂമിയിലേക്ക് അവരെ അയക്കില്ല. സംഘർഷ ഭൂമിയിലേക്ക് ഇത്തരം കോൺഗ്രസ് ജാഥകളോ പ്രവർത്തനങ്ങളോ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനീത VG വീണ്ടും നമുക്കൊപ്പം കാസിപൂരിൽ നിന്ന് ചേരുന്നു. വിനീത, യഥാർത്ഥത്തിൽ ഈ സുരക്ഷാ പ്രവർത്തകരുമായി പോലീസ് ഏജൻസിയുമായിട്ടൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ തർക്കിക്കുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിലവിൽ മടങ്ങിപ്പോകണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മടങ്ങിപ്പോകാൻ കഴിയില്ല നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. മുന്നോട്ട് പോകുമെന്നവർ പറയുന്നുണ്ട്. പക്ഷേ സംഭവത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് പോലീസും പറയുകയാണ്. നേതാക്കൾ നമുക്കപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രവർത്തകരുമൊക്കെയായി സംസാരിക്കുന്നുണ്ട്. കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാവരും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ എല്ലാവരും അവർ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപക്ഷെ പോലീസുമായി അദ്ദേഹം വീണ്ടും സംസാരിക്കാനുള്ള ഒരു സാധ്യത കൂടി മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമാജ്വാദ് പാർട്ടിയുടെയും ഒക്കെ സംഘം സന്ദർശനത്തിനായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് നിയന്ത്രണങ്ങൾ നിൽക്കുന്നതിനാൽ സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തകർ അവർ ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മറ്റുമായി ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുകയാണ്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മറ്റു ഭാഗമായി പോലീസ് വലിയ ക്രമീകരണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയുന്നുണ്ട്. ഈ കാസിപൂർ അതിർത്തിയുടെ മറുവശത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് പോലീസും ഉള്ളത്. കാരണം ഈ ഡിസംബർ 10 വരെ ആ മേഖലയിൽ ഇത്തരത്തിലേക്കുള്ള സന്ദർശനങ്ങൾക്കുമൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം സന്ദർശനങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഇടയാക്കുമെന്നാണ് പറയുന്നത്. MP അടക്കം എത്തിയിട്ടുണ്ട്. പപ്പു യാദവ് MP ആണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. സന്ദർശനത്തിന് അനുമതി നൽകില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. പക്ഷേ സന്ദർശനവുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. MP-മാർ ഉൾപ്പെടെ പോലീസുമായൊക്കെ തന്നെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ നിലവിലെ സ്ഥിതിഗതികളിൽ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് അവർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകർ അവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടത്തിവിടണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ അടക്കം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പോലീസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സന്ദർശനവുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഈ കാസിപൂർ അതിർത്തിയിൽ തന്നെ നേതാക്കൾ തുടരുകയാണ്. സന്ദർശനവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളിൽ പാർലമെന്റിലേക്ക് അടക്കം ഈ സംഭാൽ വിഷയം ചർച്ച ചെയ്യണമെന്നും ഒപ്പം തന്നെ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം വേണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭാലിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറായി ഈ കാസിപൂർ അതിർത്തിയിൽ ഈ സംഘം ഇവിടെ തന്നെ തുടരുകയാണ്. കാസിപൂരിൽ നിന്ന് വിനീത VG ആണ് നമുക്കൊപ്പം ചേർന്ന്. രാഹുൽ ഗാന്ധിയെയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും അവിടെ തടഞ്ഞിരിക്കുകയാണ്. സംഭലിലേക്കുള്ള യാത്രക്കിടയിലാണ് കാസിപൂർ അതിർത്തിയിൽ ഇവരെ തടഞ്ഞത്.